ഫ്രീഡം വേൾഡ്. നമ്മുടെ ഈ ലോകത്ത് ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ ഒരുപാട് പേർ രാക്ഷസന്മാരെയും ആരാധിക്കാറുണ്ട്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഭീകരരായ 10 രാക്ഷസന്മാർ ആരൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10, ബാബ യാഗ. സ്ലാവിക് നാടോടി കഥകളിലെ ഒരു സ്ത്രീയാണ് ബാബ യാഗ. കുട്ടികളെ വറുത്തു തിന്നുന്ന, വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായി കാണപ്പെടുന്ന ഒരു വൃദ്ധയായും പിന്നെ ഒരു തരത്തിൽ സഹായിക്കുന്ന ഒരു മന്ത്രവാദിനിയായും കഥകളിൽ ഇവൾ നിറഞ്ഞു നിൽക്കുന്നു. നമ്പർ 9, പോണ്ടിയാനക്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ പ്രതികാര മനോഭാവമുള്ള ഒരു ആത്മാവായാണ് ഇതിനെ കാണുന്നത്. പ്രസവ സമയത്ത് മരിച്ച ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ് പലപ്പോഴും ഇത് സ്വീകരിക്കുന്നത്. ഇതിനെ കോപാകുലയായ സ്ത്രീ എന്നും അറിയപ്പെടുന്നു. നമ്പർ 8, ലാ ലൊറാണ. അമേരിക്കൻ നാടോടി കഥകളിലെ പ്രതികാരദാഹിയായ ഒരു പ്രേതമായി ഇത് കരയുന്ന സ്ത്രീയായാണ് അറിയപ്പെടുന്നത്. അവരുടെ കരച്ചിൽ കേൾക്കുന്ന ഏതൊരാളും ഒന്നുകിൽ നിർഭാഗ്യം, മരണം അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങേയറ്റം പരാജയപ്പെടുമെന്നും പറയപ്പെടുന്നു. നമ്പർ 7, പസൂസു. പുരാതന മെസൊപ്പൊട്ടാമിയൻ മതത്തിൽ BC 1-ാം നൂറ്റാണ്ടിലുടനീളം ബാബിലോണിയക്കാർക്കും അസിറിയക്കാർക്കും സുപരിചിതനായിരുന്ന ഒരു പൈശാചിക ദേവതയാണ് ഇത്. നായയുടെ മുഖത്തോട് സാദൃശ്യമുള്ള ഇത് ഹാൻബി ദേവന്റെ മകനാണെന്ന് വിശ്വസിക്കപ്പെട്ടു. നമ്പർ 6, ചുപാഗബ്ര. അമേരിക്കകളുടെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള നാടോടി കഥകളിലെ ഒരു ഐതിഹാസിക ജീവിയാണ് ഇത്. ഇവർ ആടുകൾ ഉൾപ്പെടെയുള്ള കന്നുകാലികളെ ആക്രമിച്ച് രക്തം കുടിക്കുമെന്ന് പറയപ്പെടുന്നു. നമ്പർ 5, യുറൈൻ. ജാപ്പനീസ് നാടോടി കഥകളിലെ പ്രേതങ്ങളെ കുറിച്ചുള്ള പാശ്ചാത്യ സങ്കല്പത്തിന് സമാന രൂപങ്ങളാണ് യുറൈൻ. ഇവർ അവരുടെ എതിരാളികളെ പോലെ സമാധാനപരമായ മരണാനന്തര ജീവിതത്തിൽ നിന്ന് വിലക്കപ്പെട്ട ആത്മാക്കളാണെന്ന് കരുതപ്പെടുന്നു. നമ്പർ 4, ലിലിത്ത്. മെസൊപ്പൊട്ടോമിയൻ ജൂത പുരാണങ്ങളിലെ ഒരു സ്ത്രീ ആത്മാവാണ് ഇത്. മധ്യകാല ജൂത നാടോടി കഥകളെ അടിസ്ഥാനമാക്കി ആദാമിന് കീഴടങ്ങാൻ ആഗ്രഹിക്കാത്തതിനാൽ ലിലിത്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് ഓടിപ്പോയതായി പറയപ്പെടുന്നു. എബ്രിയ ബൈബിളിൽ ഇവരെ കുറിച്ച് പറയുന്നില്ല. നമ്പർ 3, ജിന്ന്. ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യൻ മതത്തിലും ഇസ്ലാമിലും അമാനുഷിക ജീവികളാണ് ഇവർ. മനുഷ്യരെ പോലെ അവർ അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളാണ്. ജിന്നുകൾ ജന്മന ദുഷ്ടരോ ജന്മന നല്ലവരോ അല്ലാത്തതിനാൽ ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്നുള്ള ആത്മാക്കളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്പർ 2, സാത്താൻ. മനുഷ്യരെ പാപത്തിലേക്കോ അസത്യത്തിലേക്കോ വശീകരിക്കുന്ന ഒരു സത്തയാണ് ഇത്. യഹൂദ മതത്തിൽ സാത്താനെ ദൈവത്തിന് കീഴ്പ്പെട്ടതും ദുഷ്ടപ്രവണതയുടെ ഒരു രൂപമായും കാണുന്നു. ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും അവനെ സാധാരണയായി ദൈവത്തിനെ മത്സരിച്ച ഒന്നായി കാണുന്നു. നമ്പർ 1, കാളി. ഹിന്ദു മതത്തിലെ ഒരു പ്രധാന ദേവതയായ ഇവർ പ്രധാനമായും സമയം, മരണം, നാശം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദു താന്ത്രിക കലികുല ആരാധന പാരമ്പര്യങ്ങളിൽ അവൾ പ്രമുഖ ദേവതയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.